നമസ്കാരം. പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 3 വയസ്സുകാരൻ പുഴയിൽ മുങ്ങി മരിച്ചു. മരിച്ചത് മാനന്തവാടി ഇല്ലത്തുവയൽ ബാലൻ സിന്ധു ദമ്പതികളുടെ മകൻ ആകാശ്. അപകടം കബനിപ്പുഴയിൽ ഇല്ലത്തുവയൽ കുളിക്കടവിൽ ഇന്ന് ഉച്ചയോടെ. മോദി സർക്കാരിന്റെ 3ാം വാർഷികാഘോഷം ജില്ലയിൽ വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. പരിപാടികളുടെ ഉദ്ഘാടനം ബിജെപി ദേശീയ സെക്രട്ടറി എച്ച് രാജ നിർവഹിച്ചു. തൊഴിലുറപ്പ് പദ്ധതിയിൽ തുക അനുവദിക്കാത്തത് സംസ്ഥാനം റിപ്പോർട്ട് നൽകാത്തതിനാലാണെന്ന് എച്ച് രാജ. പച്ചക്കറി വില കുതിക്കുന്നു. മല്ലിയിലയ്ക്കും ചെറിയുള്ളിക്കും റെക്കോർഡ് വില 100 കടന്നു കുതിക്കുന്നു. നവീകരിച്ച മേപ്പാടി ബസ് സ്റ്റാൻഡ് തുറന്നു. ബസ് സ്റ്റാൻഡിന്റെ ഉദ്ഘാടനം കൽപ്പറ്റ MLA CK ശശീന്ദ്രൻ നിർവഹിച്ചു. ബസ് സ്റ്റാൻഡ് നവീകരിച്ചത് 24 ലക്ഷം രൂപ ചെലവഴിച്ചു. വയനാട് ചുരം ബദൽ റോഡ് പ്രഖ്യാപിച്ച ബദൽ റോഡുകൾ ഫയലിൽ മാത്രം. ചുവപ്പ് നാടയിൽ കുരുങ്ങിയിരിക്കുന്നത് സംസ്ഥാന ബഡ്ജറ്റുകളിൽ ഇടം നേടിയ പാതകൾ. മുന്നറിയിപ്പില്ലാതെ പെരിക്കല്ലൂർ പോലീസ് ഔട്ട്പോസ്റ്റ് പൂട്ടി. ഔട്ട്പോസ്റ്റ് അടച്ചുപൂട്ടിയത് മാഫിയകളെ സഹായിക്കാനെന്ന് ആരോപണം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റീത്ത് വെച്ച് പ്രതിഷേധിച്ചു. വാഗേരി കക്കടംകുന്ന് നിവാസികൾ കാട്ടാനപ്പേടിയിൽ. കൂട്ടമായി ഇറങ്ങുന്ന കാട്ടാനകൾ കൃഷിനാശത്തിനൊപ്പം മനുഷ്യജീവനും ഭീഷണിയാവുന്നു. കാട്ടാനകൾ കൃഷിയിടങ്ങളിൽ ഇറങ്ങുന്നതിന് പരിഹാരം കാണണമെന്ന് ആവശ്യം. വിശദമായ വാർത്തകളിലേക്ക്. 3 വയസ്സുകാരൻ പുഴയിൽ മുങ്ങി മരിച്ചു. മാനന്തവാടി ഇല്ലത്തുവയൽ സ്വദേശികളായ ബാലൻ സിന്ധു ദമ്പതികളുടെ മകൻ ആകാശാണ് മരിച്ചത്. 3 വയസ്സായിരുന്നു. ഇന്ന് ഉച്ചയോടെ വീടിന് സമീപത്തെ കബനിപ്പുഴയിലെ ഇല്ലത്തുവയലിൽ കുളിക്കടവിൽ വെച്ചാണ് അപകടം സംഭവിച്ചത്. ഫയർഫോഴ്സും നാട്ടുകാരും കുട്ടിയെ രക്ഷാപ്രവർത്തനം നടത്തി ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. പുഴയിൽ പിതാവിന്റെ കൂടെ ചൂണ്ടയിടാനായി പോയപ്പോഴാണ് അപകടം സംഭവിച്ചതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ആദിത് ഏക സഹോദരൻ. മൃതദേഹം മാനന്തവാടി പോലീസ് ഇൻക്വസ്റ്റ് നടത്തി ബന്ധുക്കൾക്ക് വിട്ടു നൽകി. കേരളം റിപ്പോർട്ട് നൽകാത്തതിനാലാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ തുക അനുവദിക്കാൻ കേന്ദ്രത്തിന് കഴിയാത്തതെന്ന് ബിജെപി ദേശീയ സെക്രട്ടറി എച്ച് രാജ. കൽപ്പറ്റയിൽ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റിപ്പോർട്ട് ലഭിച്ചാലുടൻ തുക കൈമാറുന്നതിന് നടപടികൾ പൂർത്തിയായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നോട്ട് നിരോധനത്തെ തുടർന്ന് രാജ്യത്ത് കള്ളപ്പണക്കാരെ കണ്ടെത്താൻ കഴിഞ്ഞുവെന്നും എച്ച് രാജ അവകാശപ്പെട്ടു. So the state governments ruled by BJP are taking action, and moreover, for your kind information I am telling, the farmers who committed suicide in Madhya Pradesh, they have not got loan from banks. മോദി സർക്കാരിന്റെ 3ാം വാർഷികാഘോഷം ബിജെപി ജില്ലയിൽ വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ദേശീയ സെക്രട്ടറി എച്ച് രാജ ഉദ്ഘാടനം ചെയ്തു. ശ്രീശൻ മാസ്റ്റർ, VV രാജൻ, സജി ശങ്കർ, PC മോഹനൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ വിവിധ പദ്ധതികളുടെ ദൃശ്യ ആവിഷ്കാരവും നടന്നു. പച്ചക്കറി കടകളിലെ വിലവർദ്ധനവിന്റെ താരങ്ങളായി മല്ലിയിലയും ബട്ടർ ബീൻസും. ചെറിയ ഉള്ളിയും മല്ലിയിലയാണ് പച്ചക്കറി കടകളിലെ താരമായിരിക്കുന്നത്. മുൻവർഷങ്ങളിൽ 10 രൂപ വിലയുണ്ടായിരുന്ന മല്ലിയിലയുടെ വില കേട്ടാൽ ഞെട്ടും. ഇപ്പോഴത്തെ വില 250 രൂപയാണ്. ചെറിയുള്ളിക്ക് 120 രൂപയാണെങ്കിൽ അതിനു മുകളിൽ 160 രൂപ വില വരുന്ന മറ്റൊരു സാധനമാണ് ബട്ടൺ ബീൻസ്. കർണാടക, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഉൽപാദനം ഗണ്യമായി കുറഞ്ഞതാണ് പച്ചക്കറികളുടെ വിലവർദ്ധനയ്ക്ക് കാരണം. കറികളിലും ബിരിയാണിയിലും ചൈനീസ് ഐറ്റം ഭക്ഷണങ്ങളിലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഇനമായി മാറിയ മല്ലിയില പച്ചക്കറിക്കടയിൽ 250 രൂപ ആയതോടെ കച്ചവട സ്ഥാപനത്തിലെ താരമായി മാറിയിരിക്കുകയാണ്. തൊട്ടുപിന്നാലെ ബട്ടൺ ബീൻസും ക്യാരറ്റും ചെറിയുള്ളിയും തുടങ്ങിയ ഐറ്റംസിന് വൻ വിലയാണ് ഇപ്പോഴുള്ളത്. തക്കാളി, ബീട്രൂട്ട്, ക്യാബേജ്, മത്തൻ, കുമ്പളങ്ങ തുടങ്ങിയ പച്ചക്കറികൾക്കും നേരിയ വിലവർദ്ധനവാണ് ഉള്ളത്. വലിയ ഉള്ളിക്ക് 20 രൂപയിൽ കൂടുതൽ ഇല്ല എന്നുള്ളത് മാത്രമാണ് ഏക ആശ്വാസം. കഴിഞ്ഞ പ്രാവശ്യം 40 രൂപ 50 രൂപ ഉണ്ടായിരുന്ന മത്സ്യത്തിന് 250 രൂപയ്ക്ക് കിലോ വയ്ക്കുന്നത്. അതുപോലെ തന്നെ 30 രൂപ 35 രൂപ ക്യാരറ്റ് 80 രൂപ 90 രൂപ വില. 20 രൂപ 30 രൂപ ഉണ്ടായ ചെറിയുള്ളി 120 രൂപ വില. 20 രൂപ 30 രൂപ ബീൻസ് 60 രൂപ വില. അങ്ങനെ ഇപ്രാവശ്യം വെള്ളത്തിൻ്റെ വരൾച്ച കാരണം ആണ് സാധനത്തിൻ്റെ വില കൂടാൻ കാരണം. ചെറിയ ഉള്ളിയൊന്നും ഇപ്പോൾ വാങ്ങലേ ഇല്ല. ഞങ്ങൾ വീട്ടിലേക്ക് പോലും വാങ്ങുന്നില്ല. അങ്ങനെ ഒരു സംഭവമാണ് ഇപ്പം ഉണ്ടായത്. പച്ചക്കറി മുഴുവൻ ഭയങ്കര വില കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഉൽപ്പാദനക്കുറവ് തന്നെയാണ്. വയനാട് ന്യൂസ്, മേപ്പാടി. മേപ്പാടി ബസ് സ്റ്റാൻഡ് കൽപ്പറ്റ നിയോജക മണ്ഡലം MLA CK ശശീന്ദ്രൻ നാടിനായി സമർപ്പിച്ചു. 24 ലക്ഷം രൂപ ചെലവഴിച്ച് ഇന്റർലോക്ക് പ്രവൃത്തികൾ പൂർത്തീകരിച്ച മേപ്പാടി ബസ് സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ ഇന്ന് രാവിലെ മുതൽ പ്രവേശിച്ചു തുടങ്ങി.
അടഞ്ഞുകിടന്ന കടകൾ ഉൾപ്പെടെ തുറന്നു. 2 മാസം കൊണ്ടാണ് പ്രവൃത്തി പൂർത്തീകരിച്ചത്. മേപ്പാടി ബസ് സ്റ്റാൻഡിന്റെ ശോചനീയാവസ്ഥ വയനാട് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നവീകരണ പ്രവൃത്തി ആരംഭിച്ചത്. ജൂലൈ മാസത്തിലാണ് ഉദ്ഘാടനം നിശ്ചയിച്ചിരുന്നതെങ്കിലും വയനാട് ന്യൂസിന്റെയും വ്യാപാരികളുടെയും ഇടപെടൽ ഉണ്ടായതോടെ ഈ മാസം തന്നെ തുറന്നു പ്രവർത്തിക്കാൻ നടപടിയായി. ഇതോടെ മേപ്പാടി ടൗണിലെ ഗതാഗത കുരുക്കിന് ഒരു പരിധിവരെ പരിഹാരമാകും. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സഹദ് അധ്യക്ഷനായിരുന്നു. ഷൈജ ബേബി, പി എ മുഹമ്മദ്, ചന്ദ്രശേഖരൻ തമ്പി, വ്യാപാരി വ്യവസായി മേപ്പാടി യൂണിറ്റ് സെക്രട്ടറി കെ ജി സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു. വയനാട് ന്യൂസ്, മേപ്പാടി. വയനാട് ചുരത്തിന് ബദൽ റോഡ് ഇപ്പോഴും സ്വപ്നം മാത്രം. വയനാട് ചുരത്തിന് ബദലായി പ്രഖ്യാപിച്ച ബദൽ റോഡുകൾ ഇപ്പോഴും ഫയലിൽ മാത്രമായി ഒതുങ്ങിയിരിക്കുന്നു. പരിസ്ഥിതി ലോല വനഭൂമി കൂടെ ഉൾപ്പെടുത്തി വിഭാവനം ചെയ്ത ഈ പാതകൾ ചുവപ്പ് നാടയിൽ കുടുങ്ങിയ അവസ്ഥയിലാണ്. 2012 സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച തളിപ്പുഴ മരുതിലാവ് ചിപ്പിലിത്തോട് പാതയും 2013 ബജറ്റിൽ പ്രഖ്യാപിച്ച മേപ്പാടി ആനക്കാംപോയിൽ തുരങ്കപാതയും പ്രഖ്യാപനങ്ങളായി അവസാനിക്കുകയാണ്. ആദ്യ ബദൽ റോഡിന്റെ പ്രാരംഭ ചെലവുകൾക്കായി ബജറ്റിൽ 5 കോടി രൂപ വകയിരുത്തിയിരുന്നു. പ്രഖ്യാപനം വന്ന് വർഷങ്ങളോളമായിട്ടും തളിപ്പുഴ മരുതിലാവ് ചിപ്പിലിത്തോട് പാതയുടെ ഒരു നടപടിയും തുടങ്ങിയിട്ടില്ല. അതുപോലെ തന്നെ മറ്റൊരു ബദൽ പാതയായ മേപ്പാടി ആനക്കാംപോയിൽ പാതയുടെ ഗതിയും ഇതുതന്നെ. ചുരത്തിൽ മണിക്കൂറുകളോളം നീളുന്ന ഗതാഗത തടസ്സം പതിവായ സാഹചര്യത്തിലാണ് ബദൽ റോഡിനായുള്ള ആവശ്യമുയരുന്നത്. വയനാട് ന്യൂസ്, മേപ്പാടി. പെരിക്കല്ലൂരുണ്ടായിരുന്ന പോലീസ് ഔട്ട്പോസ്റ്റ് യാതൊരുവിധ മുന്നറിയിപ്പുമില്ലാതെ നിർത്തലാക്കിയ നടപടിയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് മുള്ളൻകൊല്ലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ചു. UDF സർക്കാർ മദ്യം മയക്കുമരുന്ന് മാഫിയകളെ അമർച്ച ചെയ്യുന്നതിനും അതിർത്തി കടന്നുള്ള കള്ളക്കടത്ത് നിയന്ത്രിക്കുന്നതിനും ആരംഭിച്ച പോലീസ് ഔട്ട്പോസ്റ്റ് ഇടതു സർക്കാർ മാഫിയകളെ സഹായിക്കുന്നതിനു വേണ്ടിയാണ് നിർത്തലാക്കിയതെന്ന് നേതാക്കൾ ആരോപിച്ചു. പ്രതിഷേധ പരിപാടി ജില്ലാ പഞ്ചായത്ത് അംഗം വർഗീസ് മുരിയൻകാവിൽ ഉദ്ഘാടനം ചെയ്തു. ജോസഫ് പെരുവേലി, ജാൻസി ജോസ്, സനു രാജപ്പൻ, വിജയകുമാർ, അഡ്വക്കേറ്റ് നിക്സൺ ഫ്രാൻസിസ്, അരുൺ ചെറിയമ്പനാട്ട്, അരുൺ വാദ്യാത്ത്, ജോമോൻ എന്നിവർ സംസാരിച്ചു. സ്കൂളുകളിൽ അടക്കമുള്ള കുട്ടികളെ ലഹരികളുടെ അടിമകളാക്കുന്ന രീതിയിലേക്കുള്ള മാഫിയകൾ ഈ മേഖലയിൽ വളർന്നു വരുമ്പോൾ അത്തരം ആൾക്കാരെയൊക്കെ നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനും അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനും ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഡിപ്പാർട്ട്മെന്റ് അത് ഏത് തരത്തിലാണെന്ന് പറഞ്ഞാലും എന്ത് സാഹചര്യത്തിലാണെന്ന് പറഞ്ഞാലും ഈ എയ്ഡ് പോസ്റ്റ് ഇവിടുന്ന് മാറ്റിയത് കൃത്യമായിട്ടുള്ള അജണ്ടകളുടെ ഭാഗമാണെന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഇവിടെ സൂചിപ്പിക്കുകയും ഓർപ്പിക്കുകയും ചെയ്യുന്നത്. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. കോഴിക്കോട് ഊട്ടി അന്തർ സംസ്ഥാന പാതയിലെ കുഴികളടയ്ക്കാൻ നടപടിയുണ്ടാവാത്തതിൽ പ്രതിഷേധിച്ച് മുസ്ലിം യൂത്ത് ലീഗ് മേപ്പാടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡിൽ വാഴ വെച്ചു. മേപ്പാടി പഞ്ചായത്ത് CDS ആസ്ഥാനത്തിന് മുൻപിലും പോലീസ് സ്റ്റേഷനു സമീപത്തും റോഡിലെ കുഴികളിൽ വാഴ നട്ടുകൊണ്ടുള്ള പ്രതിഷേധ പരിപാടിയാണ് സംഘടിപ്പിച്ചത്. യൂത്ത് ലീഗ് ഭാരവാഹികളായ രജീഷ് അലി, ഷിഹാബ്, ഹാരിസ്, ഷെരീഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി. അധ്യാപകർ വിദ്യാലയങ്ങളിലേക്കുള്ള റേഷൻ സാധനങ്ങൾ വാങ്ങാൻ ക്യൂ നിൽക്കേണ്ട അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുമെന്ന് ഭക്ഷ്യമന്ത്രി പി തിലോത്തമൻ. വിദ്യാലയങ്ങളിലേക്കുള്ള റേഷൻ സാധനങ്ങൾ സ്കൂളുകളിലേക്ക് എത്തിക്കാനുള്ള വാതിൽപ്പടി പദ്ധതി നടപ്പിലാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ഇരളം ഗവൺമെന്റ് ഹൈസ്കൂൾ സന്ദർശിക്കുകയായിരുന്നു മന്ത്രി. ഇരുളത്ത് പുതിയതായി ആരംഭിച്ച സപ്ലൈകോ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്തതിന് ശേഷമാണ് സ്കൂളിലെത്തിയ മന്ത്രി വിദ്യാർത്ഥികൾക്കൊപ്പം ഉച്ചഭക്ഷണം കഴിച്ചത്. സ്കൂളിലെത്തിയ മന്ത്രിയെ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും PTIയുടെയും നേതൃത്വത്തിൽ വൻ വരവേൽപ്പാണ് നൽകിയത്. തുടർന്ന് വിദ്യാർത്ഥികളോടൊപ്പം ഇരുന്നാണ് മന്ത്രി ഭക്ഷണം കഴിച്ചത്. ഭക്ഷണത്തിന്റെ ഗുണനിലവാരത്തെക്കുറിച്ച് ചോദിച്ച് അറിഞ്ഞതിന് ശേഷം സ്കൂൾ മുറ്റത്ത് പഴവർഗ്ഗത്തൈ നട്ടതിന് ശേഷമാണ് മന്ത്രി മടങ്ങിയത്. അപ്രതീക്ഷിതമായി സ്കൂളിലെത്തിയ മന്ത്രിയുടെ സന്ദർശനം വിദ്യാർത്ഥികൾക്ക് ആഹ്ലാദം പകർന്നു. മന്ത്രിയോടൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രുക്മിണി സുബ്രഹ്മണ്യൻ, ജില്ലാ പഞ്ചായത്ത് അംഗം വർഗീസ് മുരിയൻകാവിൽ, സപ്ലൈകോ ജനറൽ മാനേജർ കെ വേണുഗോപാൽ, PTA പ്രസിഡന്റ് TR രവി, സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥരും മറ്റ് ജനപ്രതിനിധികളും മന്ത്രിയോടൊപ്പം എത്തിയിരുന്നു. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. അമ്പലവയൽ നെല്ലാർച്ചാൽ ഗവൺമെന്റ് ഹൈസ്കൂളിൽ MSDP ഫണ്ട് 40 രൂപ വിനിയോഗിച്ച് നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതാ ശശി നിർവഹിച്ചു. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സീതാ വിജയൻ അധ്യക്ഷയായിരുന്നു. HM PK ബാലകൃഷ്ണൻ, PTA പ്രസിഡന്റ് രാധാകൃഷ്ണൻ, AV കുര്യാക്കോസ് തുടങ്ങിയവർ സംസാരിച്ചു. ബത്തേരി ട്രാഫിക് ജംഗ്ഷനിൽ ജനമൈത്രി പോലീസ് മേക്കാടൻ ടെക്സ്റ്റൈൽസിന്റെ സഹകരണത്തോടെ ഡിവൈഡർ സ്ഥാപിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർമാൻ CK സഹദേവൻ നിർവഹിച്ചു. ബത്തേരി CIMD സുനിൽ അധ്യക്ഷനായിരുന്നു. SI ബിജു ആന്റണി, CRO അബ്ദുൽ സലാം, P പ്രഭാകരൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. കാലവർഷത്തിൽ ലഭിക്കുന്ന മഴവെള്ളം കൃഷിയിടങ്ങളിൽ സംഭരിച്ച് വേനൽക്കാലത്ത് ജലസേചനം ഒരുക്കാനുള്ള പദ്ധതികളുമായി കർഷകർ രംഗത്ത്. മുള്ളൻകൊല്ലി, പുൽപ്പള്ളി പഞ്ചായത്തുകളിലെ കർഷകരാണ് കൃഷിയിടത്തിൽ തന്നെ ജലം സംഭരിച്ച് കൃഷിക്ക് ഉപയോഗപ്പെടുത്തുന്നത്. പാടിച്ചിറയിലെ ജോസ് കണ്ടംതുരുത്തിയുടെ കൃഷിയിടത്തിൽ ജലസംരക്ഷണത്തിനായി 3ഓളം കുളങ്ങളാണ് നിർമ്മിച്ചിരിക്കുന്നത്.
കൃഷിയിടത്തിൽ പെയ്തിറങ്ങുന്ന ജലം മുഴുവൻ വൻ കുളമുണ്ടാക്കി സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇതുമൂലം പ്രദേശത്തെ കിണറുകളിലും വയലുകളിലും കൃഷിയിടങ്ങളിലും വേനൽക്കാലത്തുണ്ടാകുന്ന വരൾച്ചയെ പ്രതിരോധിക്കാൻ കഴിയും. മുൻകാലങ്ങളിലുണ്ടായ വരൾച്ചയുടെ പാഠം ഉൾക്കൊണ്ടാണ് കാലവർഷത്തിൽ പെയ്യുന്ന മുഴുവൻ ജലവും കൃഷിയിടത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിർമ്മിച്ച കുളങ്ങളിൽ സംഭരിക്കുന്നത്. ഇതിനു പുറമെ ജലസംരക്ഷണത്തോടൊപ്പം മത്സ്യകൃഷിക്കും ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നാണ് കർഷകർ പറയുന്നത്. ഇതേ രീതിയിൽ മുള്ളംകൊല്ലി, പുൽപ്പള്ളി പഞ്ചായത്തുകളിൽ 300ഓളം കർഷകരാണ് കൃഷിയിടങ്ങളിൽ കുളങ്ങൾ നിർമ്മിച്ച് വെള്ളം സംഭരിക്കുന്നത്. മുള്ളംകൊല്ലി പഞ്ചായത്തിൽ മാത്രം വിവിധ കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ചതുപ്പ് പ്രദേശങ്ങളിലും വയലുകളിലും ജലസംരക്ഷിച്ച് മുൻകാലങ്ങളിലുണ്ടായ വരൾച്ചയുടെ പാഠം ഉൾക്കൊണ്ട് ജലസംരക്ഷണ മാർഗവുമായി കൂടുതൽ കർഷകർ രംഗത്തെത്തിയിട്ടുണ്ട്. ഈ വർഷത്തെ മഴക്കുറവ് എല്ലാ കൃഷിയെയും കാര്യമായി തന്നെ ബാധിച്ചിരിക്കുകയാണ്. എങ്കിൽ പോലും ഉള്ള വെള്ളം നമ്മൾ സംഭരിച്ചില്ലെങ്കിൽ കൃഷി പറ്റെ അവതാളത്തിലാകുന്ന സ്ഥിതി ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ കൃഷിയിടത്തിൽ 3 കുളങ്ങൾ കുത്തി ഉള്ള മഴയിലെ വെള്ളങ്ങൾ അതിൽ സംഭരിച്ചുകൊണ്ട് കൃഷി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ആ വെള്ളം ഉപയോഗിച്ച് വേനൽക്ക് കൃഷിയെ സംരക്ഷിക്കുന്നതിനും സാധിക്കും. ഇല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ പോലെയുള്ള രൂക്ഷമായ വരൾച്ചയിൽ നമ്മുടെ കൃഷികളെല്ലാം ഉണങ്ങിപ്പോകാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ഇത്തരത്തിൽ കിട്ടുന്ന ചെറിയ മഴയാണെങ്കിലും ആ വെള്ളം സംഭരിച്ചുകൊണ്ട് കൃഷിയിടത്തിലേക്ക് ആ വെള്ളം പിന്നെയും വീണ്ടും ഉപയോഗിക്കാനുള്ള പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. ഇക്കഴിഞ്ഞ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ വാഗേരി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. വാഗേരി ആപ്കോസ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച അനുമോദന ചടങ്ങ് പനമരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സണ്ണി സെബാസ്റ്റ്യൻ അധ്യക്ഷനായിരുന്നു. ശാന്തിഗിരി ആയുർവേദം, ശാന്തിഗിരി ആശ്രമം എന്നിവ സംയുക്തമായി മണിച്ചിറയിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും പ്രതിരോധ മരുന്ന് വിതരണവും നടത്തി. ക്യാമ്പിന്റെ ഉദ്ഘാടനം ബത്തേരി മുനിസിപ്പൽ കൌൺസിലർ PP അയ്യൂബ് നിർവഹിച്ചു. മണിച്ചിറ ഖാസി ഫസൽ ഭാഗവി അധ്യക്ഷനായിരുന്നു. M സുരേന്ദ്രൻ, N ശിവാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. ആശ്രയം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചീരാൽ സാംസ്കാരിക നിലയത്തിൽ അധ്യാപകരായ VT മേരി, PA അബ്ദുൽ നാസർ, NT ജോൺ എന്നിവരെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ VT ബേബി ആദരിച്ചു. വിദ്യാർത്ഥി പ്രതിഭകളെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K രാജഗോപാൽ ആദരിച്ചു. വികസനകാര്യ സമിതി ചെയർമാൻ PK രാമചന്ദ്രൻ കിടപ്പ് രോഗികൾക്കുള്ള കിറ്റ് വിതരണം ചെയ്തു. ക്ഷേമകാര്യ സമിതി ചെയർപേഴ്സൺ സരള ഉണ്ണികൃഷ്ണൻ ചികിത്സാ സഹായവും വിതരണം ചെയ്തു. ഗതാഗതക്കുരുക്ക് പുൽപ്പള്ളി ടൗണിൽ പതിവായിട്ടും നടപടിയെടുക്കാൻ ട്രാഫിക് കമ്മിറ്റി തയ്യാറാകുന്നില്ലെന്ന് പരാതി. ദിവസം കഴിയും തോറും വാഹനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നതും പാർക്കിംഗ് സൗകര്യങ്ങളുടെ കുറവുമാണ് ഗതാഗതക്കുരുക്ക് രൂക്ഷമാകാൻ കാരണം. ടൗണിന്റെ പ്രധാന പാതയോരത്ത് വാഹനങ്ങൾ തലങ്ങും വിലങ്ങും പാർക്ക് ചെയ്യുന്നത് യാത്രക്കാർക്കും മറ്റു വാഹനങ്ങൾക്കും ഏറെ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. പാർക്കിംഗ് നിരോധിത സ്ഥലങ്ങളിൽ കാലത്ത് മുതൽ തന്നെ സ്വകാര്യ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതും ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ടാക്സി വാഹനങ്ങളുടെ പാർക്കിങ്ങിന് സമീപവും സ്വകാര്യ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതോടെ ടൗണിൽ ട്രാഫിക് ബ്ലോക്ക് പതിവായിരിക്കുകയാണ്. ടൗണിലെ ട്രാഫിക് പരിഷ്കരണം കർശനമാക്കണമെന്ന് വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഭൂരിഭാഗം വാഹനങ്ങളും പാർക്ക് ചെയ്യുന്നത് പുൽപ്പള്ളി ബത്തേരി റോഡിന്റെ സൈഡിലായതിനാൽ കാൽനട യാത്രക്കാർക്ക് നടന്നു പോകാൻ കഴിയുന്നില്ല. ബസ് സ്റ്റാൻഡ് മുതൽ താഴെയങ്ങാടി വരെയും പോലീസ് സ്റ്റേഷൻ മുതൽ ട്രാഫിക് ജംഗ്ഷൻ വരെയുള്ള ഭാഗങ്ങളിലാണ് ഗതാഗതക്കുരുക്ക് ഏറെ അനുഭവപ്പെടുന്നത്. ഗ്രാമപഞ്ചായത്തും പോലീസും ട്രാഫിക് കമ്മിറ്റി വിളിച്ചുകൂട്ടി ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. വാഗേരി കക്കടംകുന്ന് നിവാസികൾ കാട്ടാനാനപ്പേടിയിൽ 1.5 വർഷമായി സ്ഥിരമായി ഈ പ്രദേശത്ത് കൂട്ടമായ ആനകൾ ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നു. ചെതലേം റേഞ്ചിലെ കുപ്പാടി ഫോറസ്റ്റിൽ നിന്നും ജനവാസ കേന്ദ്രത്തിലേക്ക് ഇറങ്ങുന്ന ആന വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നതിന് പുറമെ മനുഷ്യജീവനും ഭീഷണി സൃഷ്ടിക്കുകയാണ്. പൂതാടി പഞ്ചായത്തിൽ വാഗേരി കക്കടാംകുന്ന് നിവാസികളിൽ പലരും വീട് ഉപേക്ഷിച്ചു പോയി. ആനകൾ പ്രദേശത്തെ തെങ്ങ്, കവുങ്ങ്, ഇഞ്ചി തുടങ്ങിയ വിളകളാണ് വ്യാപകമായി നശിപ്പിച്ചിരിക്കുന്നത്. ചെറിയമ്പുറത്തെ പുഷ്പ, മണി, ഉഷ എന്നിവരുടെ 100 കണക്കിന് കവുങ്ങുകളാണ് നശിപ്പിച്ചത്. ചാലിയാർ ദാമോദരന്റെ ഇഞ്ചി കൃഷിയും കഴിഞ്ഞ രാത്രി ആന നശിപ്പിച്ചു. പ്രദേശത്ത് ഫെൻസിംഗ് ഉണ്ടെങ്കിലും ഇത് മറികടന്നാണ് ആന ജനവാസ കേന്ദ്രത്തിലെത്തുന്നത്. ആന കൃഷികൾ നശിപ്പിക്കുന്നതോടൊപ്പം ജീവനും ഭീഷണി നിലനിൽക്കുന്നതിനാൽ സന്ധ്യ മയങ്ങിയാൽ പ്രദേശവാസികൾ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. അധികാരികൾ തങ്ങളുടെ ദുരിതങ്ങൾക്ക് ഉടൻ പരിഹാരമുണ്ടാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ഇപ്പം ആന കൂട്ടമായിട്ട് ഇപ്പോൾ ഇവിടെ ഒരു മോഴയാനുണ്ട്, ചുള്ളിക്കൊമ്പനുണ്ട്, അല്ലാത്ത വലിയ ആനുണ്ട്, കൊമ്പന്മാർ ഒരു 5-6 ആന വരെ ഇവിടെ വരുന്നുണ്ട്. ഒരു ദിവസം എൻ്റെ പറമ്പിൽ തന്നെ 3 ആന ഒരെണ്ണത്തിന് ഓടിച്ചപ്പോൾ ഇപ്പുറത്തൂടെ വരുന്നുണ്ട്, വേറെയാണ്. ഇതേമാതിരിക്കാണ്. അതേമാതിരിക്ക് നമ്മുടെ കവുങ്ങുകൾ, അതേമാതിരി കാപ്പി, അത് ഇഞ്ചി നട്ടത് കംപ്ലീറ്റ്, അതേമാതിരി ഇവിടെ തെങ്ങൊക്കെ മറിച്ചിട്ടിട്ടുണ്ട്. കംപ്ലീറ്റ് വളരെ നാശമാണ്, ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ. കുരുമുളകിന്റെ കാലും കുരുമുളക് വള്ളി ഇതൊക്കെ പൊടിച്ച് പറിച്ച് നശിപ്പിച്ചിട്ടിരിക്കുക. വയനാട് ന്യൂസ്, വാഗേരി. കുടിയേറ്റ കാലത്തോളം പഴക്കമുള്ള ഷെഡ്, താന്നിത്തെരുവ്, മുള്ളൻകൊല്ലി റോഡിനെ PWDയും ത്രിതല പഞ്ചായത്തുകളും അവഗണിക്കുന്നതായി പരാതി. മുള്ളൻകൊല്ലി പഞ്ചായത്തിലെ ജനങ്ങൾക്ക് പുൽപ്പള്ളി ടൗൺ കൂടാതെ എളുപ്പത്തിൽ ബത്തേരിയിലെത്താൻ കഴിയാവുന്ന പ്രധാന പാതയായിട്ടുകൂടി റോഡിനെ അവഗണിക്കുന്ന നിലപാടാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നാണ് ആരോപണം. 8 കിലോമീറ്റർ മാത്രം ദൂരമുള്ള റോഡായിട്ട് പോലും റോഡ് റീടാറിംഗ് പ്രവൃത്തി നടത്താനും പാച്ച് വർക്ക് നടത്താൻ പോലും അധികൃതർ തയ്യാറായിട്ടില്ല.
പുൽപ്പള്ളി പഴശ്ശിരാജ കോളേജ്, SNDP കോളേജ്, സെന്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തുടങ്ങിയ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഈ റോഡിന്റെ പാതയോരത്തായിട്ട് പോലും റോഡിനെ പൊതുമരാമത്ത് വകുപ്പ് അവഗണിക്കുന്ന നിലപാടാണ്. കുടിയേറ്റ കാലത്ത് പുൽപ്പള്ളി, മുളൻകൊല്ലി പഞ്ചായത്തുകളിലെ പ്രധാന പാതയായിരുന്നു ഈ റോഡ്. റോഡിന്റെ പല ഭാഗങ്ങളും തകർന്ന് വൻ ഗർത്തങ്ങളായി കിടക്കുന്നത് മൂലം ചെറുവാഹനങ്ങൾക്കും ഇതുവഴി കടന്നുപോകാൻ കഴിയാത്ത അവസ്ഥയാണ്. സുരഭിക്കവല മുതൽ മുള്ളൻകൊല്ലി വരെയുള്ള 2 കിലോമീറ്റർ ദൂരമാണ് റോഡിന്റെ ഭാഗങ്ങൾ ഇളകിക്കിടക്കുന്നത് മൂലം കാൽനടയാത്രയ്ക്ക് പോലും കഴിയാത്ത അവസ്ഥയുള്ളത്. 15 വർഷം മുമ്പാണ് റോഡ് റീടാർ പ്രവൃത്തി നടത്തിയത്. റോഡിന്റെ തകർച്ച മൂലം ചേപ്പില, അമ്മാവൻമുക്ക്, താന്നിത്തെരുവ്, സുരഭിക്കവല, പച്ചിക്കരമുക്ക്, കൂനൻതേക്ക് തുടങ്ങിയ സ്ഥലങ്ങളിലെ ജനങ്ങളാണ് റോഡിന്റെ തകർച്ച മൂലം ദുരിതമനുഭവിക്കുന്നത്. ഉടമസ്ഥാവകാശം പൊതുമരാമത്ത് വകുപ്പിനാണെങ്കിലും റോഡിന്റെ ശോചനീയാവസ്ഥ അധികൃതരെത്തിക്കുന്നതിന് ത്രിതല പഞ്ചായത്തുകളുടെ അലംഭാവമാണ് റോഡ് ഇത്തരത്തിൽ കിടക്കാൻ പ്രധാന കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. ആശ്രയം ചാരിറ്റബിൾ സൊസൈറ്റി ചീരാലിൽ ആംബുലൻസ് സൗകര്യമൊരുക്കി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉഷാകുമാരി ഉദ്ഘാടനം ചെയ്തു. നെന്മേനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CR കറപ്പൻ അധ്യക്ഷനായിരുന്നു. വയനാട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബിന്ദു മനോജ് മുഖ്യപ്രഭാഷണം നടത്തി. ബിന്ദു മണികണ്ഠൻ, മിനി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. ബത്തേരി ഐഡിയൽ സ്കൂളിൽ നിന്നും ഇക്കഴിഞ്ഞ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ സ്കൂൾ മാനേജ്മെന്റ് അനുമോദിച്ചു. സ്കൂൾ ഹാളിൽ നടന്ന അനുമോദന ചടങ്ങ് കൽപ്പറ്റ DYSP മുഹമ്മദ് ഷാഫി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ CK സമീർ അധ്യക്ഷനായിരുന്നു. ഐഡിയൽ എഡ്യൂക്കേഷൻ ട്രസ്റ്റ് അംഗം TK ഫാറൂഖ്, പ്രിൻസിപ്പാൽ BU ദീപ തുടങ്ങിയവർ സംസാരിച്ചു. നീർമാതളം ബുക്സിന്റെ മൺസൂൺ പുസ്തകങ്ങളുടെ പ്രകാശനം ജൂൺ 18 2 മണിക്ക് പഴശ്ശി ഗ്രന്ഥാലയ ഹാളിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സബീർ TS രചിച്ച കണ്ണുപൊത്തിക്കളിയുടെ നാനാർത്ഥങ്ങൾ എന്ന കവിതാ സമാഹാരം പ്രശസ്ത കവിയും ചിത്രകാരനുമായ KC മഹേഷും സംഭവസ്ഥലത്ത് സംഭവിച്ചതെന്ന ജോസ് മുട്ടത്തിന്റെ കഥാസമാഹാരം പ്രശസ്ത നോവലിസ്റ്റ് ബാലൻ വേങ്ങരയും പ്രകാശനം ചെയ്യും. ചടങ്ങിൽ പ്രശസ്ത സാഹിത്യ സാമൂഹ്യ പ്രവർത്തകർ പങ്കെടുക്കുമെന്നും സംഘാടകർ പറഞ്ഞു. നീർമാതളം ബുക്സിന്റെ മൺസൂൺ പുസ്തകങ്ങളുടെ പ്രകാശനം നീർമാതളവും പഴശ്ശി ഗ്രന്ഥാലയവും സംയുക്തമായി 2017 ജൂൺ 18 ഞായറാഴ്ച പകൽ 2 മണിക്ക് പഴശ്ശി ഗ്രന്ഥാലയ ഹാളിൽ വെച്ച് നടത്തപ്പെടുകയാണ്. സബീർ TS രചിച്ച കണ്ണുപൊത്തിക്കളിയുടെ നാനാർത്ഥങ്ങൾ എന്ന കവിതാ സമാഹാരം പ്രശസ്ത കവിയും ചിത്രകാരനുമായ ശ്രീ KC മഹേഷും സംഭവസ്ഥലത്ത് സംഭവിച്ചതെന്ന ശ്രീ ജോസ് മുട്ടത്തിന്റെ കഥാസമാഹാരം പ്രശസ്ത നോവലിസ്റ്റ് ശ്രീ ബാലൻ വേങ്ങരയും പ്രകാശനം ചെയ്യും. ബത്തേരി മിന്റുമാളിന്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് ആഘോഷ പരിപാടികൾ ആരംഭിച്ചതായി മാനേജിംഗ് ഡയറക്ടർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 20-ാം തീയതി വരെ നടക്കുന്ന ആഘോഷങ്ങളുടെ ഭാഗമായി നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തുടക്കം കുറിക്കും. 5 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളുടെ ഭാഗമായി മാളിലെ എല്ലാ കടകളിലും 5% മുതൽ 50% വരെ ഡിസ്കൗണ്ടും ഉണ്ടാകും. കൂടാതെ പാചക മത്സരവും മറ്റ് വിനോദ പരിപാടികളും നടക്കും. ആഘോഷ പരിപാടികളുടെ സമാപനം 20-ന് ഉച്ചയ്ക്ക് 2:30 ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉഷാകുമാരി ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ ജനപ്രതിനിധികൾ, സാമൂഹിക രാഷ്ട്രീയ വ്യാപാര പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും. 4 മണിക്ക് മാളിലെ PVS ഫിലിം സിറ്റിയുടെ ഉദ്ഘാടനം പ്രശസ്ത സിനിമാ താരം നിർവഹിക്കുമെന്നും മിന്റുമാൾ ചെയർമാൻ PM സെബാസ്റ്റ്യൻ, മാനേജിംഗ് ഡയറക്ടർ മാത്യു സെബാസ്റ്റ്യൻ, പുളിയമാക്കൽ ട്രസ്റ്റ് കൺവീനർ PM ജോയി എന്നിവർ അറിയിച്ചു. കുക്കറി ഷോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് ഉച്ച കഴിഞ്ഞ് നടക്കുന്നതാണ്. അതുപോലെ തന്നെ നാളെയും മറ്റന്നാളും 20-ാം തീയതിയായിട്ട് വിവിധയിനം പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. 20-ാം തീയതിയാണ് നമ്മൾ നമ്മുടെ വയനാട്ടിലെ പുത്തനനുഭവം തീർത്ത PVS ഫിലിം സിറ്റിയുടെ ഗ്രാൻഡ് ലോഞ്ചും. പുൽപ്പള്ളിയിൽ കാർഷിക മേഖലയിൽ ജലസേചനം എത്തിക്കാൻ വിഭാവനം ചെയ്ത തുള്ളി നന പദ്ധതി 2 വർഷം കഴിഞ്ഞിട്ടും ലക്ഷ്യം കാണുന്നില്ലെന്ന് പരാതി. ശാസ്ത്രീയമായ രീതിയിൽ പദ്ധതി ആവിഷ്കരിക്കാതിരുന്നതാണ് പദ്ധതി പരാജയപ്പെടാൻ കാരണമെന്നാണ് പറയുന്നത്. വേനൽക്കാല പച്ചക്കറി കൃഷിക്ക് ജലസേചനം എത്തിക്കാൻ 2 വർഷം മുമ്പാണ് ശശിമല ആലൂർക്കുന്ന് പാടത്ത് പദ്ധതി നിർമ്മാണം തുടങ്ങിയത്. 6 മാസത്തിനകം പൂർത്തീകരിക്കുമെന്നായിരുന്നു നടത്തിപ്പുകാരുടെ ഉറപ്പ്. ലക്ഷങ്ങൾ വിലയുള്ള പൈപ്പുകൾ, തുള്ളി നനയ്ക്കുള്ള ചെറിയ പൈപ്പുകളും ധാരാളമായി ഈ പ്രദേശങ്ങളിൽ എത്തിച്ചു. ആദ്യ വർഷം വയലിൽ കുഴിയെടുത്ത് തലങ്ങും വിലങ്ങും പൈപ്പിട്ടു. എന്നാൽ ഉടൻ വെള്ളം കിട്ടുമെന്ന് കരുതി കാത്തിരുന്നവരുടെ കൃഷി മുടങ്ങി. ജലസ്രോതസ് കാണാതെയാണ് പൈപ്പുകൾ ഇടുന്നതെന്ന പരാതി നേരത്തെ ഉയർന്നിരുന്നു. തമിഴ്നാട്ടിൽ നിന്നുള്ള തൊഴിലാളികളാണ് വയലിൽ ചാലുകീറി പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നത്. ഈ പദ്ധതിയെക്കുറിച്ച് കൃഷി വകുപ്പിനോ പഞ്ചായത്തുകൾക്കോ ഇറിഗേഷൻ വകുപ്പിനോ യാതൊരു വിവരവുമില്ല. പാടശേഖര സമിതികളുടെ സഹകരണത്തോടെയാണ് തമിഴ്നാട്ടിൽ നിന്നെത്തുന്ന ഉദ്യോഗസ്ഥർ പണി നടത്തുന്നത്. നിലവിലുള്ള തോടുകളിൽ നിന്ന് ജലമെടുത്ത് കാർഷിക ആവശ്യത്തിന് തുള്ളി നനയായി ജലം നൽകും. എന്നാൽ വേനലിൽ തോടുകൾ വറ്റിയാൽ കർഷകർക്ക് എങ്ങനെ കൃഷി നനയ്ക്കാനാവുമെന്നറിയില്ല. ഓരോ സ്ഥലത്തും ലക്ഷങ്ങൾ മുടക്കുള്ള പദ്ധതിയാണെങ്കിലും ജലസ്രോതസ് കണ്ടെത്തിയിട്ടില്ല. കൊയ്ത്ത് കഴിയുന്ന പാടത്ത് ജലസേചനത്തിലൂടെ പച്ചക്കറിക്കും പയർവർഗ്ഗങ്ങളും നടാമെന്നാണ് അധികൃതർ പറയുന്നത്. പക്ഷേ മുൻ വർഷങ്ങളിലേതുപോലെ വേനൽ ശക്തമായാൽ തോടുകളിലും തുള്ളി വെള്ളമുണ്ടാവില്ല. അതിനു പകരം വലിയ കുളം നിർമ്മിക്കണമെന്ന ആവശ്യം കർഷകർ ഉന്നയിക്കുന്നുണ്ട്. വയനാട് ന്യൂസ്, പുൽപ്പള്ളി.
മാനന്തവാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തെ റോഡരികിൽ വിദ്യാർത്ഥികൾക്കും കാൽനട യാത്രക്കാർക്കും അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരം മുറിച്ചു നീക്കാൻ നടപടിയില്ല. കാറ്റും മഴയും ശക്തിയായി ഉണ്ടായാൽ ഏതു സമയത്തും നിലംപതിക്കുന്ന നിലയിലാണ് മരം നിൽക്കുന്നത്. മാനന്തവാടി കൽപ്പറ്റ പ്രധാന റോഡായ ഇതുവഴി നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്നുണ്ട്. മരം മുറിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി പരാതികൾ നൽകിയിട്ടും നടപടിയില്ല. ഓഫീസിൽ എഴുത്തു കൊടുത്തതാണ് ഇങ്ങനെ മരം മുറിക്കാൻ. പക്ഷേ 2 കൊല്ലമായിട്ട് അവർക്ക് സോഷ്യൽ ഫോറസ്റ്റിന് അനുമതി വേണമെന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു വെച്ചു. അങ്ങനെ 2 പ്രാവശ്യം അന്വേഷിച്ചപ്പോൾ കിട്ടിയില്ല എന്ന് പറഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞ് ഈ ഏപ്രിലും പോയി അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞ് ആ ലീസ്റ്റ് നോക്കിയിട്ട് കാണുന്നില്ല, ഇനി പുതിയ ഇത് തരാൻ പറഞ്ഞു. ഞാൻ പിന്നെ എഴുതാണ്ട് പോകുന്നത് അപകടം റോഡ് സൈഡ് പിള്ളേർ നിൽക്കുന്ന ബസ് കാത്തിരിക്കുന്നതുകൊണ്ട് അപകടം വരുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. 3 വയസ്സുകാരൻ പുഴയിൽ മുങ്ങി മരിച്ചു. മരിച്ചത് മാനന്തവാടി ഇല്ലത്തുവയൽ ബാലൻ സിന്ധു ദമ്പതികളുടെ മകൻ ആകാശ്. അപകടം കബനിപ്പുഴയിൽ ഇല്ലത്തുവയൽ കുളിക്കടവിൽ ഇന്ന് ഉച്ചയോടെ. മോദി സർക്കാരിന്റെ 3ാം വാർഷികാഘോഷം ജില്ലയിൽ വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. പരിപാടികളുടെ ഉദ്ഘാടനം BJP ദേശീയ സെക്രട്ടറി എച്ച് രാജ നിർവഹിച്ചു. തൊഴിലുറപ്പ് പദ്ധതിയിൽ തുക അനുവദിക്കാത്തത് സംസ്ഥാനം റിപ്പോർട്ട് നൽകാത്തതിനാലാണെന്ന് എച്ച് രാജ. പച്ചക്കറി വില കുതിക്കുന്നു. മല്ലിയിലയ്ക്കും ചെറിയുള്ളിക്കും റെക്കോർഡ് വില 100 കടന്നു കുതിക്കുന്നു. നവീകരിച്ച മേപ്പാടി ബസ് സ്റ്റാൻഡ് തുറന്നു. ബസ് സ്റ്റാൻഡിന്റെ ഉദ്ഘാടനം കൽപ്പറ്റ MLA CK ശശീന്ദ്രൻ നിർവഹിച്ചു. ബസ് സ്റ്റാൻഡ് നവീകരിച്ചത് 24 ലക്ഷം രൂപ ചെലവഴിച്ചു. വയനാട് ചുരം ബദൽ റോഡ് പ്രഖ്യാപിച്ച ബദൽ റോഡുകൾ ഫയലിൽ മാത്രം. ചുവപ്പ് നാടയിൽ കുരുങ്ങിയിരിക്കുന്നത് സംസ്ഥാന ബഡ്ജറ്റുകളിൽ ഇടം നേടിയ പാതകൾ. മുന്നറിയിപ്പില്ലാതെ പെരിക്കല്ലൂർ പോലീസ് ഔട്ട്പോസ്റ്റ് പൂട്ടി. ഔട്ട്പോസ്റ്റ് അടച്ചുപൂട്ടിയത് മാഫിയകളെ സഹായിക്കാനെന്ന് ആരോപണം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റീത്ത് വെച്ച് പ്രതിഷേധിച്ചു. വാഗേരി കക്കടംകുന്ന് നിവാസികൾ കാട്ടാനപ്പേടിയിൽ. കൂട്ടമായി ഇറങ്ങുന്ന കാട്ടാനകൾ കൃഷിനാശത്തിനൊപ്പം മനുഷ്യജീവനും ഭീഷണിയാവുന്നു. കാട്ടാനകൾ കൃഷിയിടങ്ങളിൽ ഇറങ്ങുന്നതിന് പരിഹാരം കാണണമെന്ന് ആവശ്യം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.